അപ്പോൾ നമ്മുടെ ഈ ഒരു ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രീമിയം ഇൻഡിക്കേറ്ററാണ്. നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുണ്ട്. അതിനായിട്ട് നമ്മുടെ ലിങ്ക് ത്രൂ എക്സിനസ് അല്ലെങ്കിൽ സ്റ്റാർ ട്രേഡർ ഇത് ഏതെങ്കിലും ഒരു ബ്രോക്കറിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങളതിൽ ഫണ്ടിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ലൈഫ് ടൈം ആക്സസ് കിട്ടുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ വാട്സാപ്പ് നമ്പർ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു ബ്രോക്കേഴ്സിൻ്റെ ലിങ്കും ഈ ഒരു ചാനലിൻ്റെ ബയോയിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ജാബർ അൽഫ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജീനെ പറ്റിയാണ്. ഓക്കെ, ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമ്മൾ ലൈവായിട്ട് കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണിത്. ഓക്കെ, അതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിംസ് എന്ന് പറയുന്നത് 5 മിനിറ്റ്, അതേപോലെ ട്രേഡിലോട്ട് എൻട്രി ചെയ്യുന്നത് 1 മിനിറ്റിലും ആയിരിക്കും. ഓക്കെ, നമുക്ക് ആദ്യം ഈ ഒരു സിഗ്നൽസ് കിട്ടണം. ശേഷം നമ്മൾ ഈ മാർക്കറ്റ് സ്ട്രക്ചറോടെ നോക്കിയിട്ടായിരിക്കും ട്രേഡിലോട്ട് എൻട്രി ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഇതിനകത്ത് ഫിബ് റീട്രേസ്മെൻറ്റ് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇതിനകത്ത് എൻട്രി ചെയ്യുന്നത് ആ ഒരു റീട്രേസ്മെൻറ്റ് സോണിലായിരിക്കും. മാർക്കറ്റ് റീട്രേസ് ചെയ്യുന്ന ടൈമിലായിരിക്കും നമ്മൾ ട്രേഡിലോട്ട് എൻ്റർ ആവുന്നത്. നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ നിലവിലുള്ള ലൈവ് ട്രേഡ് എടുക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് ഈ ഒരു സെൽഫ് സിഗ്നൽ കാണിച്ചിട്ട് 5 മിനിറ്റ് ക്യാൻഡിലാണ്. അപ്പോൾ ഇനി ഒരു 25 സെക്കൻഡ്സ് ഉണ്ട് ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവാനായിട്ട്. ക്ലോസ് ആയതിനു ശേഷം നമ്മൾ ഈ ഒരു ക്യാൻഡിലിനെ മാർക്ക് ചെയ്യും, ഇങ്ങനെ മാർക്ക് ചെയ്യും. ഓക്കെ, ശേഷം നമ്മൾ 1 മിനിറ്റിലോട്ടായിരിക്കും പോകുന്നത്. 1 മിനിറ്റിലോട്ട് പോയിട്ടാണ് നമ്മൾ ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുന്നത്. അവിടെ ഒരു സിഗ്നൽ ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് വേണ്ടത് ഒരു ബെയറിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്, അല്ല ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ് വേണ്ടത്. ഓക്കെ, ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു ബുള്ളിഷ് ട്രെൻഡാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളിത് നമ്മുടെ കറണ്ട് ട്രെൻഡുമായിട്ടൊന്ന് മാച്ച് ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ട്രേഡുകൾ എടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റും. 50% മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് പോയിക്കണം. നമുക്ക് വേണ്ടത് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടാവണം, അതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, നമുക്ക് സെൽ സിഗ്നൽ കാണിച്ചാൽ ഫസ്റ്റ് നമുക്ക് 5 മിനിറ്റിലൂടെ സെൽ സിഗ്നൽ കാണിക്കണം. സെക്കൻഡ് നമ്മൾ 1 മിനിറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ക്രിയേറ്റ് ആവണം. ഓക്കെ, പിന്നീട് നമ്മൾ ചെയ്യുന്നത് ആ ഒരു ഹൈ മുതൽ ലോ വരെ ഫിബ് റീട്രേസ്മെന്റ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കും. നമുക്ക് കുറച്ച് പ്രൊബാബിലിറ്റി ഉണ്ട്, കാരണം നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് ഇവിടെ വന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു MSS ക്രിയേറ്റ് ആവും. ഇപ്പോൾ ബോഡിയോട് കൂടിയുള്ള ഒരു ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ ഒരു MSS ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇത് ക്ലോസ് ആവണം. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു MSS കിട്ടി. ഇനി നമ്മൾക്ക് വേണ്ടത് ഈ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് വരണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഈ സ്ട്രിംഗ് ബോക്സ് മാറ്റാം. ഈ ഹൈ മുതൽ ലോ വരെ നമ്മൾ ഡ്രോ ചെയ്യും. ഈ ഹൈ മുതൽ മാർക്കറ്റ് ഇനി എത്രത്തോളം താഴോട്ടാണ് പോകുന്നത് അത്രയും ലോ വരെ ഡ്രോ ചെയ്യും. പക്ഷെ നമ്മൾ വലിയൊരു മൂവ്മെൻറ്റ് താഴോട്ട് നടത്തി കഴിഞ്ഞാൽ നമുക്കതൊന്നും ട്രേഡ് എടുക്കുന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ചെറിയ രീതിയിൽ റീട്രേസ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ നമ്മൾ ഇനി വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് വരണം എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് അലേർട്ട് വയ്ക്കാം. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കാണാൻ പറ്റും. അപ്പോൾ മാർക്കറ്റ് ആ ഒരു ഏരിയയിലോട്ട് വന്നിട്ട് 50% മിറ്റിഗേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുന്നത് ഈ ഒരു റെഡ് ലൈനിലോട്ട് മാർക്കറ്റ് എത്തുമ്പോഴാണ്. ഈ ഒരു ലൈനിലോട്ട് മാർക്കറ്റ് എത്തുമ്പോഴാണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുന്നത്. മാർക്കറ്റ് ഇനിയും താഴോട്ട് പോയി ലോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഫിബിൻ്റെ ലോ പിടിച്ചിട്ട് ഇനി എക്സ്റ്റെൻഡ് ചെയ്ത് വയ്ക്കും. ഇവിടെ എല്ലാവർക്കും വെച്ചേക്കാം. മാർക്കറ്റ് പിന്നെയും ലോ ക്രിയേറ്റ് ആക്കി. മാർക്കറ്റ് ഇനിയും താഴോട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ട്രേഡ് സ്കിപ്പ് ചെയ്യേണ്ടി വരും. ഇനി ഒരു 20 ബാർസിനുള്ളിൽ തന്നെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലൂടെ റീച്ച് ചെയ്താലേ നമ്മൾ ട്രേഡുകൾ നോക്കുള്ളൂ. ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഇനിയും താഴോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ട്രേഡ് എടുക്കുന്നില്ല.
ഓക്കെ, നമുക്ക് ഇനി മാർക്കറ്റിലെ നിലവിലത്തെ സ്പ്രെഡ് നോക്കാം. സ്പ്രെഡ് ഓക്കെ. അപ്പോൾ നമുക്കൊരു ട്രേഡ് പ്ലേസ് ചെയ്യാം. ഇവിടെ ലോയും ഹൈയും ക്രിയേറ്റ് ആവുമെന്ന് തോന്നുന്നു, നോക്കാം. മാർക്കറ്റ് ഇനി താഴോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ താഴോട്ട് പിന്നെ പിടിച്ചു വയ്ക്കേണ്ടി വരും. നമുക്കിപ്പോൾ നിലവിൽ ഈ ഒരു ലെവലിൽ നമുക്ക് ഫിബ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു സോണിലോട്ട് മാർക്കറ്റ് വരണം. അപ്പോൾ സെൽ ട്രേഡാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. നമ്മൾ ക്യാപിറ്റലിൻ്റെ ഒരു 1% ആണ് റിസ്ക് ചെയ്യുന്നത്. പെൻഡിങ് ഓർഡറാണ് ഇവിടെ കൊടുക്കുന്നത്. റിസ്ക് നമ്മൾ ഇവിടെ വയ്ക്കുന്നു. ഇവിടെയാണ് നമ്മൾ ടാർഗറ്റ് വയ്ക്കുന്നത്. വയ്ക്കാം. സ്റ്റോപ്പ് ലോസ് നമ്മൾ വയ്ക്കുന്നു. ഈ ഒരു ലെവലിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു. ഓക്കെ, ഇത്രയും സ്പ്രെഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സ്പ്രെഡ് കൂടെ കണക്കാക്കിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്. ഈ ഒരു ലെവലിൽ സ്പ്രെഡ് കൂടെ കണക്കാക്കിയിട്ടാണ് സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്. ടേക്ക് പ്രോഫിറ്റ് നമ്മൾ വെക്കുന്നത് ഈ ഒരു ലെവലിലായിരിക്കും. മാർക്കറ്റ് ഇനിയും താഴോട്ട് പോവുകയാണ്. വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ MSS എടുത്തിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ താഴോട്ട് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈ ടാർഗറ്റ് ചെയ്യാം. ഇങ്ങനെ ഡ്രോ ചെയ്തിട്ട് നോക്കാം. ഈ ഒരു ലെവലിലും കൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ലെവലിലോട്ട് ടാർഗറ്റ് ചെയ്യും. പെൻഡിങ് ഓർഡർ വയ്ക്കേണ്ട, നമുക്ക് ലൈവായിട്ട് തന്നെ ട്രേഡ് പ്ലേസ് ചെയ്യാം. മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് വരുന്ന ടൈമിൽ നമ്മൾ, കാരണം മാർക്കറ്റ് നിലവിൽ BOS കൂടെ ക്രിയേറ്റ് ആക്കി ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഹയർ ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്തായിട്ട് പോവുകയാണ്. നോക്കാം നമുക്ക്. മാർക്കറ്റ് ഇത്രയും ലെവലിലൂടെ റീച്ച് ചെയ്യണമെന്നില്ല. അപ്പം ഇനിയിപ്പം നമ്മൾ ചിലപ്പം എക്സ്പാൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ഒരു ട്രേഡ് മിസ്സാവും. അതുകൊണ്ടാണ് വീണ്ടും താഴോട്ട് പോകുന്നത്. ഈ ഒരു ലെവലാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഈ ഒരു ലൈൻ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ. മാർക്കറ്റ് ഈ ഒരു ലൈനിലോട്ട് എത്തുന്ന ടൈമിൽ നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യുന്നുള്ള പ്ലാനിലാണ്. സെൽ ട്രേഡ് റിസ്ക് 1% ആണ്. പെൻഡിങ് ഓർഡർ വയ്ക്കാം ഇവിടെ. ഓക്കെ, പെൻഡിങ് ഓർഡർ വയ്ക്കാം. സ്പ്രെഡും കൂടെ കണക്കാക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി സ്പ്രെഡിനായിട്ട് ആഡ് ചെയ്യാം. ഇത്രയും സ്പ്രെഡിന് ആഡ് ചെയ്യാം. TP ഇവിടെ വയ്ക്കാം. പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ബ്രോക്കറിൽ നമ്മൾ ട്രേഡ് പ്ലേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വാച്ച് ചെയ്യുന്നത് ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് വരണം എന്നുള്ളതാണ്. ഇവിടെയും ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് ടാർഗറ്റ് ഈ ഒരു ലൈനായിരിക്കും. ഓക്കെ, ഈ ഒരു ട്രേഡ് എടുത്ത് സ്റ്റോപ്പ് ലോസ് ആയി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലോ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. നമ്മൾ കുറച്ചുകൂടെ അഡ്ജസ്റ്റ്മെന്റ് നടത്തി. നമുക്ക് ഇവിടെ അലേർട്ട് വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, അലേർട്ട് വെച്ചിട്ടുണ്ട്. താഴോട്ട് ക്ലോസ് വയ്ക്കാം. ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ട്രേഡിലോട്ട് മാറാം.
നമുക്ക് ഒരു ലൈവ് പെൻഡിങ് ആയിട്ട് എടുക്കണ്ട സ്റ്റോപ്പ് ലോസ്. Attention. ഓക്കെ, ഞാൻ പെൻഡിങ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്യണം മാർക്കറ്റ്. ഇനിയും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് രണ്ട് രീതിയിൽ ട്രേഡ് പ്ലേസ് ചെയ്യാന്നുള്ളതാണ്. ഒന്ന് മാർക്കറ്റ് ലിമിറ്റ് ഓർഡർ വെച്ചിട്ട് ട്രേഡ് പ്ലേസ് ചെയ്യാം. നമ്മളിപ്പോൾ അങ്ങനെയാണ് ട്രേഡ് പ്ലേസ് ചെയ്തിരുന്നത്, ലിമിറ്റ് ഓർഡർ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പം ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ എടുത്തിട്ടായിരിക്കും വരുന്നത് ഇറങ്ങി. അപ്പോൾ ആ ഒരു തിരിച്ച് പോയിട്ടൊക്കെ വന്നിട്ട് നമുക്ക് കൊണ്ടുപോയി ട്രേഡ് പ്ലേസ് ചെയ്യാം. അതാണ് കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ളത്. ചിലപ്പം മാർക്കറ്റ് ഈ ഒരു ലെവലൊക്കെ ടച്ച് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ട്രേഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വാച്ച് ചെയ്യുന്നത് മാർക്കറ്റ് മേലെ പോയിട്ട് ഈ ലെവലിൽ ക്രോസ് ചെയ്ത് പോകുന്നുള്ളതാണ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടെ മേലോട്ടാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു താഴോട്ടുള്ള വരക്കമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു മൂവ്മെന്റ് ആണ്. ഇനി ആ ഒരു മൂവ്മെന്റ് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് മേളിലത്തെ ആ ഒരു ടാർഗറ്റ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെയും കൂടെ ഒരു അലേർട്ട് വയ്ക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇവിടെ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് പോയിട്ടുണ്ട്. പക്ഷെ പറയാൻ പറ്റില്ല, മാർക്കറ്റ് മേലോട്ട് തന്നെ പോവാം. നമുക്ക് നോക്കാം. നമുക്ക് 5 മിനിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രെൻഡ് നോക്കുമ്പോൾ ഒരു ബെയറിഷ് ട്രെൻഡ്, ബുള്ളിഷ് ട്രെൻഡാണ്. നമുക്ക് ഒരു റിയലിസ്റ്റിക് പ്രോഫിറ്റ് കൂടെ കണ്ടുപിടിക്കാം. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഈ ഒരു സോണിലോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെച്ചേക്കുന്നത് സേഫ് ആയിട്ടുള്ള ഒരു സോൺ തന്നെയാണ്. നമുക്ക് ഇത്രയും റിവാർഡൊക്കെ എടുക്കാൻ പറ്റും. 1:4 മേളിൽ എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ ഒരു ലൈവ് ട്രേഡ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഡെമോ അക്കൗണ്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഏകദേശം 1:1 റീച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടാർഗറ്റ് ക്രോസ് ചെയ്യുന്നത് 1:2 1:1 റീച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് അല്ല 1:2 റീച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും കുഴപ്പമില്ല. നമ്മൾ നെക്സ്റ്റ് മേളിലത്തെ ട്രേഡുകൾ നോക്കിക്കൊണ്ട് അവിടുത്തെ നടത്തും. ഇനി അതും ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ട്രേഡ് നോക്കുന്നില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ലിങ്ക് ത്രൂ എക്സ്എൻഎസ് ബ്രോക്കർ അല്ലെങ്കിൽ സ്റ്റാർ ട്രേഡർ ബ്രോക്കർ ഇതിലേതെങ്കിലും ഒന്നിൽ ജോയിൻ ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മളിത് നിലവിൽ 2 വെർഷൻസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഒന്ന് ഫ്രീ വെർഷൻ അല്ലെങ്കിൽ പെയ്ഡ് വെർഷൻ. ഫ്രീ വെർഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് ത്രൂ നിങ്ങൾ ഈ നമ്മൾ പറയുന്ന ബ്രോക്കറിലോട്ട് ജോയിൻ ചെയ്താൽ മതിയാവും. ഇനി നിങ്ങൾക്ക് നിലവിൽ ഏതെങ്കിലും ആ സെയിം ബ്രോക്കറിൽ അക്കൗണ്ട് ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈ പാർട്ട്ണറെ ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. പാർട്ട്ണറിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റീസ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് 5 മിനിറ്റിൻ്റെ അനാലിസിസും വരുന്നുണ്ട്. അതേപോലെ 1 മിനിറ്റിലാണ് നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്കാൽപ്പിംഗ് മെത്തേഡ് ആയിരിക്കും നമുക്ക് ട്രേഡ് വരുന്നത്.
നമ്മളിവിടെ അക്കൗണ്ടിൻ്റെ വെറും 1% മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. റിസ്ക് ചെയ്തേക്ക് നമ്മളിവിടെ പ്രോപ്പറായിട്ടുള്ള പൊസിഷൻ സൈസിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റിസ്ക് കാൽക്കുലേറ്റർ ഫോമിൽ വെച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു പൊസിഷൻ സൈസിങ് ഇവിടെ ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡായിട്ട് എൻ്റർ അയക്കുന്നത്. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും വെറും 1% മാത്രമേ നമുക്ക് ഇവിടെ പോകുന്നുള്ളൂ. ഓക്കെ ഓക്കെ നമ്മുടെ ടാർഗറ്റ് എന്തായാലും ഓക്കെയാണ്. നമുക്ക് അതുമല്ല നമുക്ക് മാർക്കറ്റ് ഇനിയും താഴോട്ട് പോകാനുള്ള ഒരു ചാൻസസ് കാണുന്നുണ്ട്. കാരണം നമുക്ക് റിയലിസ്റ്റിക് ടാർഗറ്റ് എന്ന് പറയുന്നത് താഴോട്ട് ഇനിയും പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഓക്കെ റിയലിസ്റ്റിക് ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇനിയും എക്സ്പാൻഡ് ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലോ മുതൽ ഹൈ വരെ വരച്ചാലും നമുക്ക് ഫിബ് വരച്ചു കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് എന്തായാലും വരാൻ പറ്റും. ഇത്രയും രീതി ഇവിടെ വരെ നമുക്ക് മാർക്കറ്റ് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇത് സേഫായിട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രി തന്നെയാണ്. ഓക്കെ നമുക്ക് ജസ്റ്റ് ആ ഒരു ലെവൽ ടച്ച് ചെയ്തു എന്നിട്ട് മേലോട്ട് പോയി. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ലിമിറ്റ് ഓർഡറിൽ ക്ലോസ് ചെയ്യാം. നമ്മുടെ സ്പ്രെഡ് ഇവിടെ കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് എത്രയും രീതിയിലും കൂടെ മാർക്കറ്റ് താഴോട്ട് വരണം, എന്നാലേ നമുക്ക് ഈ ഒരു ട്രേഡ് ക്ലോസ് ആകത്തുള്ളൂ. നമുക്ക് വേണ്ടത് കറക്റ്റായിട്ടുള്ള ഒരു ഇമോഷണൽ കൺട്രോളാണ് വേണ്ടത്. നമ്മൾ ട്രേഡ് പ്ലേസ് എടുക്കുന്ന ടൈമിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഇമോഷണൽ കൺട്രോൾ ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നേരത്തെ തന്നെ ട്രേഡൊക്കെ ക്ലോസ് ചെയ്ത് ഇറങ്ങിപ്പോകുമായിരുന്നു. പക്ഷേ നമുക്കിവിടെ കാണാൻ പറ്റും കറക്റ്റായിട്ടുള്ള ഒരു ഹോൾഡിങ് ചെയ്തതുകൊണ്ട് നമുക്കിവിടെ വരെ എത്തിക്കാൻ പറ്റി. ഓക്കെ ഇത് ഡെമോ ട്രേഡാണ്. നമ്മളിത് ഒരു ഡെമോ അക്കൗണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റിയൽ അക്കൗണ്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ ഇമോഷൻസ് എല്ലാം അവിടെ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ 1:2 റിസ്ക് റിവാർഡിൽ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും $1849 ഇവിടെ നമ്മൾ റിവാർഡായിട്ട് എടുത്തേക്കുന്നത്. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലൈവ് ട്രേഡ്.